ഇവൻ പറഞ്ഞില്ലേ വീട്ടില് കാവലിനൊരു നായുണ്ട്, ആ നായയുടെ പേരാണ് എന്തോന്ന്? അങ്ങനെ അവൻ പറഞ്ഞേ ഇല്ല. അതല്ല അതിന്റെ അർത്ഥം എന്ന് വെച്ചാ ഈ കാവലിന് ഇവിടെ ഒരു നായില്ലേ, അതൊന്ന് പഠിക്കും. മീനാക്ഷി നിന്നോട് നായർ. നായരാര്? ഭർത്താവ്. ഭർത്താവാരാ? ഞാൻ. അതെപ്പ കല്യാണം കഴിച്ചു? എന്റെ കല്യാണം കഴിഞ്ഞു. നമ്മള് കല്യാണം കഴിച്ചതാ നമ്മള്. അത് ശരിയാ, അത് ഓർക്കുന്നില്ലേ? ഞങ്ങൾ കല്യാണം കഴിച്ചായിരുന്നു. അപ്പൊ ധ്യാനയോ? അതൊക്കെ വേറെ ചുമ്മാ. ഞാനിപ്പൊ ബെസ്റ്റി ആയിട്ടാ. അപ്പൊ യാമിയോ? യാമി കല്യാണം, എനിക്ക് 2 കല്യാണം ഭാര്യകളുണ്ട്. ഒരു ഭാര്യ ഞാൻ, എന്റെ ഏറ്റവും ഭാര്യ മീനാക്ഷി ചേച്ചി. ഓക്കെ ഓക്കെ. അസിസ്റ്റന്റ് ഭാര്യ യാമി. അല്ല, നിനക്ക് ഏത് ഭാര്യയാണ് ഏറ്റവും ഇഷ്ടം? ഓം നമഃ ശിവായ. രണ്ടാമത്തെ ഇഷ്ടം യാമിന്. പുതിയ ആരെങ്കിലും? പുതിയ ആരിനും വേണ്ട. വേണ്ട, ഇവർ രണ്ടും മതി. മതി. ഇനി ഞാൻ കെട്ടാൻ പോണത് ആര്യ ചേച്ചിനെ. ഇനി ആര് ചേച്ചി ഞങ്ങളുടെ ടീമിലോട്ട് വാ. അതെ. അപ്പൊ ഇത് രണ്ടാമത്തെ അസിസ്റ്റന്റോ? അല്ല, മൂന്നാമത്തെ മൂന്നാമത്തെ അസിസ്റ്റന്റ്. അപ്പൊ ആര്യ ചേച്ചിയുടെ ഭർത്താവ് എന്ത് ചെയ്യും? ആര്യ ചേച്ചി കല്യാണം കഴിച്ചോ? കല്യാണം കഴിച്ചു. അറിഞ്ഞില്ലായിരുന്നോ? അതറിഞ്ഞില്ലേ? ഞാൻ അറിഞ്ഞില്ല. സോറി, എന്നാ പറ്റില്ല. അഭിഷേക് ചേട്ടനാ. ചോദിക്കേണ്ടി വരും അഭിഷേക് ചേട്ടനോട്. സുന്ദരൻ ചേട്ടനല്ലേ? സുന്ദരൻ ചേട്ടനാ. അതെ അതെ. അപ്പൊ പിന്നെ ആര്യ ചേച്ചി ഇവിടേക്ക്. പക്ഷെ ഞാൻ ആര്യ ചേച്ചിനെ മറക്കൂല എന്തായാലും. എന്തായാലും മറക്കൂല ചേച്ചി. കല്യാണം കഴിക്കുന്നില്ല. പക്ഷെ ഭയങ്കര സങ്കടമായി, ബ്രേക്കപ്പ് ആയി. ഇഷ്ടമുള്ളവർക്ക് കല്യാണം കഴിക്കുക, അതാണ് അതെ അതെ. പിന്നെയില്ലേ, സുശാന്തങ്ങൾ ഒരു പണിഷ്മെന്റ് കൊടുക്കണം. ഈ സുശാന്തങ്ങളില്ലേ, ഗുഡ് മോർണിംഗിന് പാടുന്ന പാട്ട് ഗുഡ് നൈറ്റിന് പാടിച്ചു. അത് കാരണം ഞാന് ഈ ക്യാൻറ്റീനില് ഫുഡ് കഴിക്കാൻ പോയപ്പോ ഈ അങ്കിള് കൈയില്ലാത്ത ബനിയനും ഇട്ടോണ്ട് വന്നപ്പോ ഞാൻ അങ്കിളുടെ മസിൽ കണ്ടു. മസിലുണ്ടോ? നമുക്ക് അങ്കിളിനെ കൊണ്ട് നമുക്ക് 20 പുഷപ്പ് എടുപ്പിച്ചാലോ? നമുക്ക് പണിഷ്മെന്റ് ഒരു ഇടി കൊടുത്താലോ? ഇടി വേണ്ട. 1 2 3 ഇനി വേല കയ്യില്ലാതെ എടുക്കുന്നോ? വേണം, പറ്റില്ല കേട്ടോ. പണിഷ്മെന്റ് കിട്ടിയാ പിന്നെ ചെയ്യണം. കൈയില്ലാത്ത ബനിയൻ ഇട്ടോണ്ട് അത്രയായി. ഇവിടുന്ന് തന്നെ സുശാന്തേട്ടാ. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 സുശാന്തേട്ടാ. പക്ഷെ അത് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. 16 എടുക്കുന്ന ഞാൻ ഓർത്തിട്ടില്ലേ സുശാന്തേട്ടാ? നമ്മുടെ ഒഫീഷ്യൽ ശക്തിമാൻ തന്നെ ഇത്. ചിന്തിക്കുന്നു. അതെ. അല്ല, ആദ്യമായിട്ടാണ് ഒരു മ്യൂസീഷ്യൻ, ഒരു എക്സ്ട്രോണറി മ്യൂസീഷ്യൻ സ്വന്തമായിട്ട് കായിക ബലം തെളിയിക്കുന്നു. ജിമ്മില് പോയി പുഷപ്പ് എടുക്കുന്ന ആളാ ഇത്. പക്ഷെ മസിൽ കണ്ടില്ല. അത് കയ്യില്ലാത്ത ബനിയൻ ഇടണം. അടുത്ത ദിവസം കയ്യില്ലാത്ത ബനിയൻ ഇട്ടുണ്ടായിരുന്നേ. അങ്ങനെ വായിക്കണം. സുഷേ, ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റിന് ശരിക്കും അടിപൊളി, ഭയങ്കര അടിപൊളി. 1 കോടി മനുഷ്യരെ ഒരേ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള നമ്മുടെ ശ്രമമാണല്ലോ മില്യൺ മലയാളി ക്ലബ്ബ്. MMCയിൽ ഓൾറെഡി അംഗങ്ങളായ ആളുകൾ നിങ്ങളുടെ അയൽവാസികളെയും സുഹൃത്തുക്കളെയും ഒക്കെ ചേർത്ത് ഒരു 10 പേരെ കൂടി മിനിമം കൊണ്ടുവരിക. നമ്മുടെ ഈ 1 കോടി എന്ന നമ്പറിലെ കുട നിവർത്താൻ നമ്മൾ തയ്യാറായി നിൽക്കുകയാണ്. അപ്പോൾ ജാഗ്രത, ഇനി മടിക്കണ്ട.